ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. മരുഭൂമിയിൽ ഹാഗാർ കേട്ട ദൈവദൂതന്റെ ശബ്ദമാണത്. ഇസഹാക്ക് മുലകുടി മാറി പൈതലായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് നടന്നു. ആ വിരുന്നിൽ ഇസ്ഹാക്ക് പങ്കാളിയാകുന്നതും ഇസ്ഹാക്ക് കാര്യാദികൾ നോക്കി നടക്കുന്നതും സാറ ശ്രദ്ധിച്ചിട്ട് ഇവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഇവൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തത്തിന്, ദൈവിക പദ്ധതിക്ക് ദൈവം തുടക്കം കുറിക്കാനുള്ള പ്രായപക്വതയിലേക്ക് ഇസഹാക്ക് എത്തിച്ചേരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സാറ ഇനിയും ഇശ്മായേലും ഹാഗാറും തനിക്കൊപ്പം ഈ വീട്ടിൽ ഇസഹാക്കിനോട് ചേർന്ന് ജീവിക്കുന്നത് ശരിയല്ല എന്ന ഒരു ചിന്ത വന്നിട്ട് ആ ചിന്ത അബ്രഹാമിനോട് പങ്കുവച്ചു. നമ്മുടെ മകൻ വളർന്നു വരുന്നു, ഇനിയും ഇശ്മായേൽ ഈ ഭവനത്തിൽ തുടരുന്നത് നന്നല്ല. അവനെയും ഹാഗാറിനെയും, ഇശ്മായേലിനെയും ഹാഗാറിനെയും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റണം, പുറത്തേക്ക് തള്ളിക്കളയണം എന്നൊരഭിപ്രായം സാറ അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം വിഷമിച്ചു. ഹാഗാർ ഇശ്മായേൽ ഈ ഭവനത്തിൽ നിന്ന് ഇറക്കി എങ്ങനെ വിടും? ഇവരെ തള്ളിക്കളയാനൊക്കുമോ? ആശ്രയമില്ലാതെ ഇവർക്ക് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനും ഇവർക്ക് സ്വയം ഒറ്റയ്ക്ക് ഉഴന്നു നടക്കാനും ഇവരെ ഇറക്കി വിടുന്നത് ശരിയല്ലെന്നുള്ള ഒരു വ്യാകുലത അബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായെങ്കിലും സാറ പറഞ്ഞ ആ അഭിപ്രായത്തെ ദൈവം ശരിവെച്ചു. അബ്രഹാമിനോട് യഹോവയുടെ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ, സാറ പറഞ്ഞ കാര്യത്തിൽ നിനക്കൊരു സങ്കടം വന്നെങ്കിലും നിനക്കൊരനിഷ്ടമായി അത് ബുദ്ധിമുട്ടായി നീ തോന്നരുത്. സാറ പറഞ്ഞ കാര്യത്തിൽ, ആ വിഷയത്തിൽ സാറ പറഞ്ഞ വാക്ക് നീ കേൾക്കണം. ഇസഹാക്ക് വളർന്നു വരുന്നത് കൊണ്ട് അവൻ വാഗ്ദത്തത്തിലേക്ക് നടന്ന് കയറാനുള്ള പക്വതയിലേക്ക് കയറി വരുന്നത് കൊണ്ട് ആ വാഗ്ദത്തം അവന് നിറവടിയായി നിറവേറാനുള്ള സമയപരിധിയിലേക്ക് അവൻ എത്തപ്പെടുന്നത് കൊണ്ട് ഇശ്മായേലിനെയും ഹാഗാറിനെയും ആ വീട്ടിൽ നിന്ന് മാറ്റണം. അർത്ഥം ഒന്നേ ഉള്ളൂ, വാഗ്ദത്തം വളർന്നു വരുമ്പോൾ, വാഗ്ദത്തം ഉയർന്നു വരുമ്പോൾ ജഡം താഴണം, ജഡം താഴണം. ഭവനത്തിൽ വാഗ്ദത്തം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ജഡം താഴണം. സഭയിൽ വാഗ്ദത്തം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ജഡം താഴണം. വ്യക്തികളിൽ വാഗ്ദത്തം നിറവടിയായി നിവർത്തീകരിക്കപ്പെടാൻ ജഡം താഴണം. അങ്ങനെ ഹാഗാറിനെയും ഇശ്മായേലിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഇവർ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തിയപ്പോൾ കൊടുത്തുവിട്ട അപ്പവും തുരുത്തിയിലെ വെള്ളവും അവസാനിച്ചു. അപ്പോൾ അതിനർത്ഥം മനുഷ്യൻ തന്നുവിടുന്ന അപ്പ കഷ്ണങ്ങൾക്കും മനുഷ്യൻ തന്നുവിടുന്ന തുരുത്തിയിലെ വെള്ളത്തിനും ഒരളവുണ്ട്, ആ പരിധിയുണ്ട്. ഒരളവ് വരെ മനുഷ്യൻ തരുത്തുള്ളൂ, പക്ഷെ ദൈവം അളവ് കൂടാതെ തരുന്നവനാണ്. അങ്ങനെ മരുഭൂമിയിലെത്തിയപ്പം തുരുത്തിയിലെ വെള്ളം ഭക്ഷണ പദാർത്ഥങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ദാഹത്തിനായി കുഞ്ഞ് നിലവിളിക്കുന്ന നിലവിളി കേട്ട് കുറെ അധികം സമയം ഹാഗാർ ഇശ്മായേലിനെ തോളെ വെച്ചു. തനിക്ക് തുരുത്തിയിലെ അവസാനത്തെ തുള്ളി വരെ ഹാഗാർ ഇശ്മായേലിന്റെ ചുണ്ടോടടുപ്പിച്ച് അവൻ്റെ നാക്ക് നനച്ചു കാണും. ശേഷിച്ച സമയം ഒരമ്മയ്ക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം തോളയിൽ വെച്ച് മടിയിൽ വെച്ച് താലോലിച്ച് കാണും. പക്ഷെ കരച്ചിൽ അവസാനിക്കുന്നില്ല, കരച്ചിൽ നിൽക്കുന്നില്ല. നന്നായ ദാഹജലം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി, പക്ഷേ കരച്ചിൽ അസഹ്യമായി തനിക്ക് കാണാൻ കഴിയത്തില്ല. ഈ കരച്ചിൽ അവസാന നിമിഷത്തിലേക്ക് ഈ കൊച്ചിനെ കൊണ്ടുപോവുകയാണ്. ഈ കുഞ്ഞിനെ ദാഹത്തിൽ വലഞ്ഞ് ഈ കുഞ്ഞ് മരിക്കാൻ വേണ്ടി പോകുകയാണ്. ഉടനെ ഹാഗാർ ചിന്തിച്ചു, ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട, കുഞ്ഞിൻ്റെ നിലവിളി എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഒരമ്പിമ്പാട് ദൂരെ മാറി നിന്നു.
ഒരു പരിധിവരെ ഹാഗാർ അതിനെ താലോലിച്ചു. പക്ഷേ കരച്ചിൽ അസഹ്യമായപ്പോൾ ഒരമ്പിമ്പാട് ദൂരത്തേക്ക് മാറി നിന്നു. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി വന്ന് ഹാഗാറിനോട് പറഞ്ഞു, ഹാഗാറേ, നിൻ്റെ ബാലൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ബാലൻ്റെ നിലവിളിയുടെ മറുപടിക്കായി അവൻ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതിനർത്ഥം ഹാഗാറെ, നീ ഒരു അമ്മയായിട്ട്, നീ ഒരു മാതാവായിട്ട്, ആ കുഞ്ഞിന് ജന്മം നൽകിയതായിട്ട്, നിൻ്റെ രക്തമായിട്ട് നിനക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അസഹ്യമായപ്പോൾ, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിനക്ക് അരോചകമായപ്പോൾ നീയും അമ്പിമ്പാട് മാറിയില്ലേ? പക്ഷേ എത്ര കരഞ്ഞാലും അസഹ്യമെന്ന് തോന്നാതെ ഇരിക്കുന്നിടത്ത് ആ കരച്ചിൽ കേട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. എത്ര വലിയ ശക്തന്മായ ബന്ധമാണെങ്കിലും, എത്ര വലിയ ആത്മീയ ബന്ധമാണെങ്കിലും, എത്ര സഭയുടെ കൂട്ടായ്മയാണെങ്കിലും, എത്രമാത്രം ആഴമേറിയ ബന്ധമാണെങ്കിലും അസഹ്യമുണ്ടാകുമ്പോൾ അമ്പിമ്പാട് ദൂരത്തേക്ക് മാറിയിരിക്കും. അവർക്ക് മാധുര്യമുള്ളപ്പോൾ, അവർക്ക് കേൾക്കാൻ ഇമ്പമുള്ളപ്പോൾ മാത്രമാണ് അടുത്തുണ്ടാകുന്നത്. പക്ഷേ അസഹ്യമെന്ന് തോന്നുമ്പോൾ, അരോചകമെന്ന് തോന്നുമ്പോൾ ഒരമ്മ പോലും അമ്പിമ്പാട് ദൂരത്തേക്ക് മാറും. പക്ഷേ ഇരിക്കുന്നിടത്ത് വന്ന് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഈ ദിനങ്ങൾ മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.